നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രവാസി ജീവിതം. ഒരു പ്രവാസിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പരിചയമില്ലാത്തതായിട്ട് ഉണ്ടാകില്ല. ആ പ്രവാസിയുടെ ജീവിതത്തെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണ് അവർ അവരുടെ ഫാമിലിയെയും അവരവരുടെ ബന്ധുക്കളെയും അവരവരുടെ കൂടപ്പിറപ്പിനെയെല്ലാം വിട്ട് ഒറ്റയ്ക്ക് വേറെ ഒരു രാജ്യത്ത് പോയിട്ട് ജീവിച്ച് സമ്പാദിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന്, അവർക്ക് അവരുടെ കുടുംബത്തോടുള്ള ഒരു കടപ്പാട്. രണ്ട്, അവരവരുടെ കുടുംബത്തെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അവർ അവരുടെ ജീവിതം ത്യാഗം ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നാട്ടിൽ പൂരങ്ങൾ, ഉത്സവങ്ങൾ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ ആയിട്ട് സ്വന്തം നാട്, സ്വന്തം മണ്ണ്, മഴ, പ്രകൃതി ഇതെല്ലാം നമ്മൾ ആഘോഷിച്ച് ജീവിക്കുമ്പോൾ ഇതൊന്നും കാണാതെ അല്ലെങ്കിൽ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റാതെ ഒറ്റയ്ക്ക് അവരവിടെ സമ്പാദിക്കുന്നു. എന്നാൽ അവർ ആ സമ്പാദ്യം ഇവിടെ അവരുടെ ഫാമിലിയായിട്ട് എത്ര നാൾ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞ ഒരു ഫാമിലിയാണെങ്കിൽ അവരവരുടെ ഫാമിലിയായിട്ട് 365 ദിവസമെങ്കിലും തികച്ച് അവരവരുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. 2 കൊല്ലം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 കൊല്ലം കൂടുമ്പോൾ ഒരു മാസത്തെ ലീവ് അല്ലെങ്കിൽ ഒരു 10-15 ദിവസത്തെ ലീവ്. ആ സമയത്ത് വരുമ്പോൾ മാത്രമാണ് അവർക്ക് നാടിനോടും പ്രകൃതിയോടും അല്ലെങ്കിൽ സ്വന്തം ഫാമിലിയൊക്കെ കാണാനുള്ളൊരു സമയം കിട്ടുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം വരെ കളയുന്ന ആൾക്കാരാണ് പ്രവാസികൾ. എന്നാൽ അവരവർക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കാതെ പോകുന്നു. സ്വന്തം ഫാമിലിക്ക് വേണ്ടി, സ്വന്തം മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യജിക്കുന്ന ഒരു വ്യക്തികളാണ് പ്രവാസികൾ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ അവരെ ദൈവത്തെ പോലെ അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിഷമിപ്പിക്കാതെയും നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുക. കാരണം അവർ നമുക്ക് വേണ്ടി പുറം രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നു. അപ്പോൾ അവർ നാട്ടിൽ ലീവിന് വരുമ്പോൾ അവരെ നമ്മൾ സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.